നിങ്ങൾ ജാപ്പനീസ് ആനിമെ ഒക്കെ കാണുന്ന ഒരാളാണോ? എസ്പെഷ്യലി നിഞ്ച അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് അത്തരത്തിലുള്ള പരിപാടിയൊക്കെയുള്ള ഒരു സിനിമയോ സീരീസോ അല്ലെങ്കിൽ ആനിമയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 1993 റിലീസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ആനിമെ മൂവിനെ കുറിച്ചാണ്. നിഞ്ച സ്ക്രോൾ എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്. നിങ്ങൾ ഈ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡിലനായിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസും ബ്രൂട്ടൽ ആയിട്ടുള്ള കുറച്ച് ഫൈറ്റ്സും പരിപാടിയൊക്കെ ഉള്ള ഒരു സിനിമയാണ്. സോ നമ്മുടെ സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂബെ എന്നാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറിന്റെ പേര്. പുള്ളി ഒരു വാണ്ടറിങ് ആയിട്ടുള്ള ഒരു സാമുറായി ആണ്. സോ പുള്ളിയുടെ ട്രാവലിങ്ങിന്റെ സമയത്ത് പുള്ളി ഒരു ഗവൺമെന്റ് കോൺസ്പിറസിയുടെ ഭാഗമാകുകയാണ്. അതായത് പവറും ഗോൾഡും ഇതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പുള്ളി ചെന്ന് പെട്ടുപോകുന്നത്. സോ ലേറ്റർ നമ്മളെ ഒരു 8 കുറച്ച് ഡീമൺ ലൈക്ക് പവേഴ്സ് ഒക്കെയുള്ള നിഞ്ചാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ശേഷം ഈ ജൂബെ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാഗിറോ എന്ന് പറഞ്ഞ ഒരു നിഞ്ച ലേഡീനെ പരിചയപ്പെടുകയാണ്. സോ ഈ ഒരു പുള്ളിക്കാരത്തിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിന്റെ ബോഡി ഫുള്ള് ഒരു പോയിസൺ പോലെയാണ്. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിന് ഒരാളൊരു ഉമ്മ വെച്ചാൽ തന്നെ അവർ ഡെഡ് ആയി പോകും. അമ്മാതിരി പവറാണ് പുള്ളിക്കാരത്തിക്കുള്ളത്. സോ ഈ ഒരു 2 ക്യാരക്ടേഴ്സും പിന്നെ ഒരു പ്രായമുള്ള ഒരു സ്പൈ ഉണ്ട്. സോ ഇവർ 3 പേരും കൂടെ ചേർന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കഥ. സോ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയത് 1993 ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ നല്ല കിഡിലൻ ആനിമേഷൻ ആണ് ഇതിനകത്തുള്ളത്. നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ള ആനിമേഷൻ സീക്വൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കിഡിലൻ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 8 വില്ലന്മാരുടെ ഞാൻ കാര്യം പറഞ്ഞു. ഈ 8 പേരും കിഡിലനാണ്. അവർക്ക് 8 പേർക്ക് 8 പവേഴ്സ് ആണ്. അതായത് ഒരാൾക്കിപ്പം ബോഡിയൊക്കെ സ്റ്റോൺ പോലെ ആക്കാൻ പറ്റും. ഒരാൾ ഈ ബീസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് എനിമീസിനെ അറ്റാക്ക് ചെയ്യും. ഒരാളുടെ പവർ ഭയങ്കര കിഡിലൻ അല്ല, ഭയങ്കര വിയർഡ് ആയിട്ടുള്ള ഒരു പവറാണ്. അതായത് ആ ഒരു ക്യാരക്ടറിന്റെ പുള്ളിയുടെ ബോഡിയുടെ ഏത് പാർട്ടിൽ നിന്ന് വേണേലും ഒരു പാമ്പിനെയൊക്കെ വരുത്താം, എന്നിട്ട് അത് വെച്ചിട്ട് എനിമീസിനെ അറ്റാക്ക് ചെയ്യാം. അങ്ങനത്തെ വിയർഡ് ആയിട്ടുള്ള പവേഴ്സ് ഉള്ള ഒരു 8 പേര്. സോ ഈ 3 പേര് എങ്ങനെ ഈ 8 പേരെ നേരിടുന്നു, ശേഷം എങ്ങനെ ഈ കഥ പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ കഥ. സോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. കിഡിലൻ ഫൈറ്റ് സീക്വൻസ് ആണ്. അതായത് നമുക്ക് കാണുമ്പോൾ ലിറ്ററലി നമുക്ക് ഇതിനകത്ത് ഓരോ ഹിറ്റും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മാതിരി രീതിയിലാണ് കിഡിലൻ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ് ഇതിനകത്തുള്ള. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള പരിപാടിയാണുള്ളത്. അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ മുകളിലുള്ളവർ കാണാൻ ശ്രമിക്കുക. സോ അത്തരത്തിലുള്ള സീൻസ് ആണ് ഉള്ളത്. ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. സോ നിങ്ങൾ ആക്ഷൻ ബ്രൂട്ടൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആനിമയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കിഡിലൻ ആനിമേഷൻ ആണ് ഇതിന്റെ ഉള്ളത്. ഇതിന്റെ സ്റ്റോറിയൊക്കെ ഭയങ്കര സിമ്പിൾ നോർമൽ കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത് ഇതിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.